രാവിലോട് കൂടിയാണ് ആലുവ അതായത് പെരിയാർ നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു തുടങ്ങിയത്. ശിവക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. ഏതാണ്ട് പകുതിയോളം വെള്ളം ഉയർന്ന സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രിയൊന്നും ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. അതിവേഗത്തിലാണ് പുലർച്ചയോടുകൂടി ജലനിരപ്പ് ഉയർന്നത്. ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്, ഡാമിൽ നിന്ന് കൂടുതൽ ശക്തിയിൽ വെള്ളം ഇവിടേക്ക് ഒഴുകി വന്നതാകാം ഇത്രയും ജലനിരപ്പ് ഉയരാൻ കാരണമെന്ന്. പ്രത്യേകിച്ച് കല്ലാർകുട്ടി ഡാമിൻ്റെ ഒക്കെ ഷട്ടറുകൾ രാത്രിയോടെ കൂടുതൽ ഉയർത്തിയിരുന്നു. അതുകൊണ്ട് മുന്നറിയിപ്പുകൾ നേരത്തെ ഉണ്ടായിരുന്നു. പെരിയാറിൻ്റെ മുതിരപ്പെരിയാറിൻ്റെ ഒക്കെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന്. പെരിയാറിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി വരികയും ചെയ്തിരുന്നു. എന്തായാലും ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ശിവക്ഷേത്രത്തിൻ്റെ പകുതിയോളം വെള്ളം ഉയർന്നിട്ടുണ്ട്. പെരിയാറിൻ്റെ പലയിടങ്ങളിലും ജലനിരപ്പ് ഉയർന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഈ പ്രദേശത്തുള്ള പെരിയാറിൻ്റെ തീരത്തുള്ള വീടുകളിലേക്കൊന്നും വെള്ളം കയറുന്ന അത്രയും ഉയരത്തിലേക്ക് ജലനിരപ്പ് കൂടിയിട്ടില്ല. പെരിയാറിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നൊരു സാഹചര്യമുണ്ട്. ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് തീരത്തുള്ളവരൊക്കെ ജാഗ്രത പുലർത്തണമെന്ന്. ആലുവ ശിവക്ഷേത്രത്തിലെത്തിയ കുറേയധികം ആളുകൾ ഈ വെള്ളത്തിലൂടെ പോയി തിരിച്ചു വരുന്നൊരു കാഴ്ച കൂടി കാണുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ന് രാവിലെയോടെയാണോ ഇങ്ങനെ? 5 മണിക്ക്, രാവിലെ 5 മണിക്ക് 6 നടന്നു. ഇപ്പോൾ പൂജക്ക് വരും. ഇപ്പോൾ തന്നെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു. വീടുകളിലെ പെരിയാറിന്റെ തീരത്തുള്ള അവിടേക്കൊന്നും വെള്ളം കയറും വരുന്നുണ്ട്. ഉയർന്ന വെള്ളമായിരിക്കും. ആശങ്കയുണ്ടോ? ഇല്ല മാറി നിൽക്കുന്നുണ്ട്. രാവിലോട് കൂടി ഇന്നലെ രാത്രി ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഈ പരിസരത്ത് കുറച്ച് വെള്ളം അതാ കാണാൻ വഴിയുള്ള വെള്ളമാണ്. ഇന്നിപ്പോൾ 4:45 കഴിഞ്ഞിട്ട് വെള്ളം ആറാട്ടായി കിട്ടുക. പുലർച്ചയോടെ ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്നു. ഇന്നലെ രാത്രിയും വെളുപ്പിന് ഒരു 3 മണി വരെയുള്ള വെള്ളത്തിന് കയറിയതാണ്. ഇതിലും കൂടിയിരുന്നോ? രാവിലെ ഇതിലും കൂടിയിരുന്നോ? അതിപ്പം കൂടി വരിക? ഇപ്പോൾ കൂടി വരുന്നതാണ്. രാവിലെ ഇത്ര ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് ആളുകൾ എത്തുന്നൊരു ദിവസം കൂടിയായിരുന്നു. അതെ ഇന്ന് കർക്കിടകമല്ലേ. പിന്നെ കഴിഞ്ഞ കൊല്ലം ആറാടിയില്ല, ഇക്കൊല്ലാണ് ആറാടുന്നത്. അതിനേക്കാൾ കൂടുതൽ മഴയും ജലനിരപ്പൊക്കെ ഉയർന്നിട്ടുണ്ട്. വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തുള്ള വീടുകളിലും അവിടേക്കൊന്നും വെള്ളം കയറുന്ന ഇല്ല, ഒന്നും ആയിട്ടില്ല. 2019 മുകളിലേക്ക് കരുത് 18 അത് കഴിഞ്ഞിട്ട് ഇത്രയൊന്നും വെള്ളം വന്നിട്ടുണ്ട്. എന്തായാലും മോത്തി ഇതാ ഈ ജലനിരപ്പ് ഇവർ പറഞ്ഞതനുസരിച്ച് രാത്രിയിൽ വെള്ളം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഈ പ്രദേശത്തൊക്കെ ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാവുന്ന സാഹചര്യമായിരുന്നു. പുലർച്ചയോടുകൂടി ജലനിരപ്പ് ഉയരുകയാണ്. അത് കല്ലാർകുട്ടി ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ കൂടുതൽ ഉയർത്തിയതുകൊണ്ട് പെരിയാർ അടക്കമുള്ള നദികളിലേക്ക് ജലനിരപ്പ് ഉയരുക തന്നെ ചെയ്യും. അതിൻ്റെ ഭാഗമായി കൂടുതൽ ജലം അവിടെ നിന്ന് ഒഴുകി വന്നിട്ടുണ്ട്. അങ്ങനെ പെരിയാറിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുന്ന ഒരു സാഹചര്യം ഈ മേഖലയിലുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷേ നഗരപ്രദേശങ്ങളിലും മലയോര മേഖലയിലുമൊക്കെ മഴ മാറി നിൽക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ കോതമംഗലം, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ അടക്കമുള്ള എല്ലാ മേഖലയിലും മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ജാഗ്രത പുലർത്തണം. പെരിയാറിൻ്റെ തീരത്തുള്ളവർ പ്രത്യേകിച്ച് നദികളിലൊക്കെ ആരും ഇറങ്ങരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി നേരത്തെ ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകൾ പാലിച്ച് സുരക്ഷിതമായി തന്നെ ആളുകൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എറണാകുളം ജില്ലയിൽ ഇടവിട്ട ശക്തമായ മഴയും കാറ്റും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമില്ല. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു.